ഇന്ന് നമ്മളൊരു ഓണം ഷോപ്പിങ്ങിന് വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഒരു സാരി എടുക്കണം എന്നാണ് മനസ്സിൽ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലത്തെ സാരി കിട്ടുമെന്ന് എന്തായാലും പോയി നോക്കാം. എന്തിനാ ഷിമേട്ട നമ്മളിന്ന് വന്നേ? നമ്മൾ ജസ്റ്റ് ഒന്ന് അൻസാർ ഗാലറി ടോട്ടലായിട്ടൊന്ന് കറങ്ങിയിട്ട് വീട്ടിൽ പോകാൻ. ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഓടി വരില്ലേ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഓണക്കോടി എടുക്കലാട്ടോ. ഓണത്തിന് യൂഷ്വലി എല്ലാ വട്ടവും എന്താ പറയുക, സെറ്റ് മുണ്ട്, സെറ്റ് സാരി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വെയർ ചെയ്യാറ്. നമ്മൾ കൂടുതൽ കാണുന്നതും അങ്ങനെ തന്നെ ആൾക്കാരേനെ. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ചുങ്കിടി സാരി ഉണ്ടല്ലോ, പഴയ മോഡൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സാരി വേണമെന്ന് വിചാരിച്ചിട്ടാട്ടോ വന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ 2 സാരി എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രയൽ ചെയ്യാൻ വേണ്ടി പോയി നോക്കി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചുങ്കിടി സാരിയാണ് എനിക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. അവിടെ റെഡിമെയ്ഡായിട്ട് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസസും ഉണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസും പിന്നെ സാരിക്ക് മാച്ചിങ് ആയിട്ട് കുറച്ച് കുപ്പികളൊക്കെ വാങ്ങണം. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു സെഷനിൽ കുറച്ച് ഫാൻസി കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കാൻ വിചാരിച്ച് അങ്ങനെ നോക്കിയിട്ട് ഞാൻ ഓരോ സാധനം ഇങ്ങനെ എടുത്തിട്ട് നാട്ടിലത്തെ പ്രൈസും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ജസ്റ്റ് നോക്കി. പക്ഷെ നമുക്ക് ഉദ്ദേശിച്ച സാധനമൊന്നും കിട്ടിയില്ല അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഡ്രസ്സ് എടുത്തിട്ട് അങ്ങനെ ഇറങ്ങുക കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെ മേടിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ ഒരു കുത്തിട്ടിട്ട് അവസാനിപ്പിച്ച്. അങ്ങനെ നെക്സ്റ്റ് ഡേ വീണ്ടും നമ്മൾ കുപ്പിവെള്ളം അന്വേഷിച്ചിട്ട് ഗുദേബിയയിലുള്ള നെസ്റ്റോയ്ക്ക് പോകാം കേട്ടോ. ഈ നെസ്റ്റോയ്ക്ക് പോകുമ്പോൾ ശരിക്കും നാട്ടിലത്തെ ഒരു ഫീലാണ്. മലയാളം പാട്ട്, കുറേ മലയാളത്തിലുള്ള പോസ്റ്റർ, ഓണത്തിൻ്റെ കുറേ ഓഫർ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെയും കുപ്പിവെള്ളമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ചെന്നതല്ലേ എന്ന് വിചാരിച്ച് വെറുതെ അവിടേക്കൊന്ന് കറങ്ങിയപ്പോൾ ഈ ഒരു സ്കേർട്ട് കണ്ടു. എനിക്ക് ഈ സെയിം സ്കേർട്ട് ഉണ്ടായിരുന്നു ഡിഗ്രി പഠിക്കുന്ന ടൈമിൽ. അപ്പോൾ ആ കഥയൊക്കെ പറഞ്ഞ് വെറുതെയൊക്കെ അവിടെ നിന്ന് കറങ്ങി നടന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. കാരണം നമ്മളെ ലക്ഷ്യം കുപ്പിവെള്ളയാണല്ലോ. 7 വർഷമായിട്ട് ബഹ്റൈനിലുള്ള ആളാണ്. പിന്നെ വെള്ളം കച്ചവടം എനിക്ക് ഈ ബഹ്റൈനിൽ ഇനി തപ്പാൻ കടയൊന്നുമില്ല വള തെരഞ്ഞിട്ട്. കുപ്പിവെള്ളം കിട്ടാതിരിക്കട്ടെ. എന്തായാലും ഇറങ്ങിയതല്ലേ, അപ്പം ഇനി കുപ്പിവെള്ളം വാങ്ങിയിട്ട് തിരിച്ചു പോയാൽ മതി എന്നായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഒരു ടോക്ക്. അത് കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ മുന്നേ ഒരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഹെന്ന എന്ന് പറഞ്ഞിട്ട് ഗുദേബിയയിലുള്ളൊരു ഷോപ്പിൽ നാട്ടിലുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്നു. ഒരു മലയാളി ഷോപ്പാട്ടോ. അപ്പോൾ അതിൽ അതിന് കറക്റ്റ് ലൊക്കേഷൻ പറയുന്നില്ല. ഞങ്ങൾ ഏകദേശം ആ വീഡിയോ കണ്ടിട്ട് ആ ഒരു ലൊക്കേഷനൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതേ ഹെന്ന പറഞ്ഞ ഷോപ്പും തപ്പി പോകുക കേട്ടോ. ഫൈനലി നമ്മളിതേ അതിൻ്റെ ബോർഡ് കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്രീൻ ബോർഡിൽ ഹെന്ന എന്ന് എഴുതിയിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, മനസ്സിൽ കിട്ടുന്നൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് അപ്പുറത്ത് പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് തിരിച്ച് നേരെ ആ കടയ്ക്ക് വന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ എടപ്പാൾ നമ്മൾ കുറ്റിപ്പുറ റോഡിനൊക്കെ കുറേ ഫാൻസി ഷോപ്പില്ലേ, അവിടെ പോയൊരു വൈബായിരുന്നു കേട്ടോ. ഈ ഷോപ്പിലെത്തിയപ്പോൾ മലയാളി വയനാട്ടുകാരനായിരുന്നു ആ ചേട്ടൻ. അപ്പോൾ നമ്മൾ ഇതേപോലെ കുറേ വർത്താനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടിയിട്ടോ. സ്ലൈഡും മൂക്കുത്തിയും ബനാന ക്രാബും കുറേ കുപ്പികളെ കളക്ഷനുണ്ട്. ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ. കാരണം എൻ്റെ സാരിക്ക് മാച്ചായിട്ടുള്ള 2 കളറും എനിക്ക് കിട്ടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് അവിടെ കഴിഞ്ഞ്. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ ചായയും ഉണ്ണിയപ്പമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റൂമിൽ പോകാം കേട്ടോ.